ദി ഹൗസ്മെയ്ഡ് എന്ന സിനിമയുടെ വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. ഫ്രീഡം മക്ഫർഡന്റെ നോവൽ പോൾ ഫീഗ് സംവിധാനം ചെയ്തപ്പോൾ പിറന്ന കിഡിലൻ സൈക്കോളജിക്കൽ ത്രില്ലറാണിത്. 10 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മില്ലി എന്ന യുവതി മാഞ്ചസ്റ്റർ എന്ന കോടീശ്വര കുടുംബത്തിൽ വീട്ടുജോലിക്കാരിയായി എത്തുന്നതാണ് കഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വളരെ സാധാരണമായ ഒരു ജോലി എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ജീവന് തന്നെ ഭീഷണിയാകുന്ന കെണിയായി മാറുന്നത്? ഒന്നാമതായി ഇതിലെ ഗംഭീര പ്രകടനങ്ങൾ തന്നെ എടുത്തു പറയണം. മില്ലിയായി സിഡ്നി സ്വിനിയും ആദ്യം ഭയപ്പെടുത്തുന്ന നീനയായി അമാൻഡ സേഫ്രിഡും ജീവിക്കുകയാണ്. ആൻഡ്രൂ ആയി ബ്രാൻഡൻ സ്ക്ലെനാർ നല്ലവനായി ഭർത്താവായി എത്തുമ്പോൾ തോട്ടക്കാരനായ എൻസോ വല്ലാത്തൊരു ദുരൂഹതയുണ്ടാക്കുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു ആപ്പിൾ പോലെ തോന്നിപ്പിക്കുന്ന ഈ കുടുംബം ഉള്ളിൽ ശരിക്കും എത്രത്തോളം ടോക്സിക് ആണെന്ന് ഇവർ നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമതായി ഇതിന്റെ പശ്ചാത്തലം, ഇതൊരു പക്ക മോഡേൺ ഗോത്തിക് ത്രില്ലർ അനുഭവം തരും. മില്ലിക്ക് കിട്ടുന്ന തുറക്കാൻ പറ്റാത്ത ജനലുകളുള്ള മുറിയൊക്കെ കണ്ടാൽ ശരിക്കും ഒരു ജയിൽ പോലെയാണ്. അതിനൊപ്പം നീനയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള കഥകളും ആ പേടി കൂട്ടുന്നു. പക്ഷേ പഴയ ക്ലാസിക് കഥകളിലെ ആ തട്ടിൻപുറത്തെ സ്ത്രീ എന്ന ആശയം ഈ പുതിയ കാലത്ത് എത്രത്തോളം യുക്തിസഹമാണെന്ന് നമ്മളൊന്ന് സംശയിച്ചു പോകും കേട്ടോ. അവസാനമായി സിനിമയുടെ വേഗതയും അതിലെ ട്വിസ്റ്റും. പകുതിയാകുമ്പോൾ സിനിമ ലേശം ഇഴയുന്നുണ്ടെങ്കിലും വലിയൊരു ട്വിസ്റ്റിലൂടെ കഥ വീണ്ടും ട്രാക്കിലാകും. സ്ഥിരം ത്രില്ലറുകൾ കാണുന്നവർക്ക് ഒരുപക്ഷെ ഇത് മുൻകൂട്ടി ഊഹിക്കാൻ പറ്റിയേക്കാം. എങ്കിലും ക്ലൈമാക്സിലെ ആ ക്രൂരത നമ്മളെ ശരിക്കും ഞെട്ടിക്കും. അപ്പോൾ ഒരു ചോദ്യം വരും, ട്വിസ്റ്റുകൾ ഊഹിക്കാൻ കഴിഞ്ഞാലും മികച്ച അവതരണം കൊണ്ട് മാത്രം ഒരു സിനിമയ്ക്ക് നമ്മളെ എങ്ങനെ ഭയപ്പെടുത്താൻ കഴിയും? ചുരുക്കത്തിൽ പറഞ്ഞാൽ, ടോക്സിക് ബന്ധങ്ങളും ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങളും ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളും ഒക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണിത്. ഇനി നിങ്ങളൊന്ന് പറയൂ, ഇത്രയും ഭയാനകമായൊരു വീട്ടിൽ നിങ്ങൾ ജോലിക്ക് നിൽക്കുമോ, അതോ പ്രാണനം കൊണ്ട് ഓടി രക്ഷപ്പെടുമോ?